തേങ്ങ തണ്ട് തണ്ട് തണ്ടല്ല, അതിന്റെ മേലുള്ള ഭാഗം കൂടെ കഴിക്കണം. മതിയാ? ഇല്ല ഫുള്ള് ഇതേ പറ്റൂ. പോരാ പോരാ പോരാ. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, വലിയൊരു വീഡിയോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു ചലഞ്ചിങ് വീഡിയോ, ഗെസ് ദ മൂവി ചലഞ്ച്. അപ്പൊ ഇതിന്റെ കൂടെ രണ്ടുപേര് കൂടെ ഉണ്ട്. ഇത് നമ്മുടെ ചെറിയൊരു റെഫറിയാണ്. ഇത് ക്യാമറയുടെ ബാക്കിൽ എപ്പോഴുള്ള ആളെ ഞാൻ ഇന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ബൗളിൽ ഒരു 20ഓളം മലയാളം മൂവീസിന്റെ ചീട്ട് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതൊക്കെ മൂവീസ് ആണെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. ഇതറിയാവുന്ന ഒരാൾ ക്യാമറയുടെ ബാക്കിലാണ് ഇരിപ്പുള്ളത്, ആളാണ് എഴുതി ഇട്ടത്. അപ്പോ ഇതിൽ നിന്ന് ഒരു ചീട്ട് എടുത്തിട്ട് ആക്ഷൻ വഴി കാണിക്കും. അടുത്ത ആളത് എന്താന്ന് വെച്ചാൽ ഗെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിലെ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരിക്കുന്ന കൊച്ചു റെഫറി അവൻ ഇതിൽ നിന്ന് ബൗളിൽ നിന്ന് ഒരു ചീട്ട് എടുത്ത് തരും. 1 മിനിറ്റ് ടൈമറിൽ നമുക്ക് ഈ പറയുന്ന ആൾക്ക് ഇത് പറയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ മധുരമുള്ള നല്ല പച്ചമുളക് കഴിക്കേണ്ടി വരും. പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ച ആള് ഈ പച്ചമുളക് കഴിക്കേണ്ടി വരും. അപ്പൊ ഗെസ് ചെയ്താലും ഗെസ് ചെയ്തില്ലെങ്കിലും പണി ഉറപ്പാണ്. കാരണം എന്തായിരുന്നാലും ആർക്കെങ്കിലും ഒരാൾക്ക് പണി നല്ല ഉറപ്പാണ്. അപ്പോൾ ഗൈസ്, അവസാനം വരെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടുന്ന പോലത്തെ ഇതുപോലെ എരിവുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് ആണ്. ചിലപ്പോ 1 മിനിറ്റിൽ നമുക്ക് അത് പറഞ്ഞ് ആക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ 2 മിനിറ്റ് വെക്കാം. അപ്പം ഇതെടുത്ത് റെഫറിയെ കൊടുത്ത് റെഫറി മിക്സ് ചെയ്തോ ഇനി. നമുക്ക് തുടങ്ങാം. സ്റ്റോൺ പേപ്പർ കട്ടിംഗ് സിസർ. സ്റ്റോൺ പേപ്പർ കട്ടിംഗ് സിസർ. എനിക്ക് കിട്ടി. കൂടെ ഐശ്വര്യായിട്ട് നല്ലോണം അഭിനയിക്കണേ. ഞാൻ അങ്ങോട്ട് കണ്ണടയ്ക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ എന്റെ നിനക്ക് തരാം, വരുമോ? ഞാനും നീയും മാത്രം. ഞാൻ നിനക്ക് മാത്രം. നല്ലോണം അഭിനയിച്ചാ എന്നെ കൊണ്ട് മുളക് തീറ്റിപ്പിക്കാതെ. ഞാനും നീയും തമ്മിൽ. ഞാനും നീയും നമ്മൾ. ടൈമർ ഓഫ് ചെയ്തോ. 1 മിനിറ്റില് പറഞ്ഞായിരുന്നു അല്ലേ? തിന്നോ? ഇഷ്ടമായിട്ട് എടുത്തു തന്നോ? തിന്നോ? ചെറുത് നോക്കി എടുക്കാം. ചെറുത് നോക്കാനില്ല, ഇതെല്ലാം വലുതാണല്ലേ. എടുത്തോ? കഴിച്ചു. Wow, what a crispy. കുഴപ്പമൊന്നുമില്ല. ഒരു എന്ത് കൊള്ളാലേ. നവരസങ്ങൾ ഒരുപാട് മുഖത്ത് വരുന്നുണ്ട്. കഴിച്ചോ? വലുതായി പോയി. വലിയ കുഴപ്പമില്ല. ശരിയല്ലേ? നോക്കട്ടെ. ഫിനിഷ് ചെയ്യും. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോ ചിലപ്പം ചെറിയ കുഴപ്പം വരും. ലാസ്റ്റ് നിറക്കില്ല. അടുത്തത് വലിയ കുഴപ്പമില്ല കേട്ടോ. കാന്താരി മുളക് വേണമായിരുന്നു.
എനിക്ക് എരിവ് വലിയ താല്പര്യമില്ലാത്തതാണ്. അപ്പൊ എനിക്കാ അടുത്ത് തുറക്ക. എടുത്ത ചീട്ട് മാറ്റി വെച്ചോ. സ്റ്റോൺ പേപ്പർ കട്ടിംഗ് സിസർ. ഒരാൾക്ക് അവക്ക് പണി എനിക്കല്ലേ. എനിക്ക് ഇതാണ് കിട്ടിയത്. ടൈമർ ഓൺ ആക്കിയാണേ. പറയണേ. വീണ്ടും 3. വരും. 3. 3 രണ്ടാമത്തത് ചെറുത്. വര. മുന്തിരിയ. 3. വള. കൊലുസ്. കൊലുസ് കിളിങ്ങി. വള. കൊലുസ്. കിലുക്കം. മൂന്നാമത്തത്. ഒന്നാമത്തതാ മഴ. മഴ. രണ്ടാമത്തത് ചെറുത്. 22 സെക്കൻഡേ ഉള്ളു. കളിച്ചോ. ആദ്യം എന്തിനാ വാക്കാൻ പറഞ്ഞ? മഴ. മഴത്തുള്ളി കിലുക്കം. അറിയായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, സത്യം അറിഞ്ഞൂടാ. കറക്റ്റ് 1 സെക്കൻഡ് ലാസ്റ്റ് ഉള്ളപ്പോഴത്തേക്കും പറഞ്ഞു. മഴത്തുള്ളി കിലുക്കം. നീ ചെറുത് നോക്കി എടുത്തു. ചെറുത് നോക്കി എടുത്തു തരാം. അതെന്ത്? ആ വലുതിനെ തിന്നണം. ഞാൻ താഴെ നീ തിന്നണം. ചെറുത് ഉണ്ട്. ഇവിടെ ഈ ഭാഗത്ത് എരിവില്ലാത്തൊരു ഭാഗം. കാണിച്ചു കഴിച്ചു. നല്ലോണം എരിയും കേട്ടാ. ഒരുപാട് അകത്തുള്ള വൈറ്റമിൻസ് ഒന്നും കളയല്ലോ. കൊതിയാവാണ് കണ്ടിട്ട്. ഓ അത്രയ്ക്കൊന്നുമില്ല, അത്രയ്ക്കൊന്നുമില്ല. തണ്ട് തണ്ട് തണ്ടല്ല, അതിന്റെ മേലുള്ള ഭാഗം കൂടെ കഴിക്കണം. ഫുള്ള് കഴിക്കണം. നല്ല എരി. തീർന്നു. അത് മതി. തരാവേ. ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ് പറയൂ. ഇത്രയും മുളക് ഇതിന് അവൻ അന്തം വിട്ടിരിക്കുന്നു. അത് ലാസ്റ്റ് നിനക്ക് മുളക് തരും കേട്ടാ. നിനക്കുണ്ട് ലാസ്റ്റ് റെഫറിക്ക് മുളക്. റെഫറി ലാസ്റ്റ് മുളക് കഴിക്കണം. ബാക്കിയാണ് എല്ലാ മുളകും റെഫറിയാണ് കഴിക്കാനുള്ളത് കേട്ടാ. ഇതില് വലിയ മുളക് നീയാണേ കഴിക്കാം. ഓക്കെ ഓക്കെ. ചെറുത് കഴിക്കും. ശരി ശരി ശരി. ഗൈസ്, റെഫറി ലാസ്റ്റ് ചെറുത് കഴിക്കാൻ നമുക്ക് സമ്മതിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ. ലാസ്റ്റ് തോക്കുന്ന ആള് ഈ വലിയ മുളക് കഴിക്കേണ്ടി വരും കേട്ടോ, മുഴുവൻ. അപ്പൊ ജയിക്കാൻ നോക്ക്, ഞാനായിരുന്നാലും. ഓക്കെ, അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ഇനി ഇത്രയും ഉണ്ട്. സ്റ്റോൺ പേപ്പർ കട്ടിംഗ് സിസർ. സ്റ്റോൺ പേപ്പർ കട്ടിംഗ് സിസർ. സ്റ്റോൺ പേപ്പർ കട്ടിംഗ് സിസർ. കൊടു 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 കൊടു.
എടി, 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 എടി. ഇത് മനഃപൂർവ്വം ഇല്ല കള്ളം ഇല്ല കളി. ഇല്ല 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 ഞാൻ എങ്ങനെ അറിയുന്നത്? ഓ എനിക്ക് നല്ലത് തന്നെ അത്. കണ്ട നല്ല ഉചിതമായ ഒരു സിനിമ തന്നെ എനിക്ക് കിട്ടി. ഉചിതമായ സിനിമ. ഇത് ഞാൻ പയ്യെ പറയണം. അത് ഫൗള് കാണിക്കാൻ പാടില്ല, കള്ളക്കളി കാണിക്കാൻ പാടില്ല. കാരണം എന്നോട് പറയിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുക. ടൈമർ ഓണാക്ക്. ഓക്കെ, ശരിയാ. 2 വാക്ക്. 2 കിടന്നു. നാളെ 3 സൂപ്പറാണ്, അടിപൊളി. ആ 3 സൂപ്പർ. ആ സൂപ്പർ ശരണ്യ. പിന്നെ സൂപ്പർമാൻ. അത് മലയാളം അല്ലല്ലോ, മലയാളത്തിൽ സൂപ്പർമാൻ ഉണ്ട് കേട്ടാ. 3 സൂപ്പർ സൂപ്പർ. മനസ്സിലാവുന്ന ഭാഷ പറ. സൂപ്പർ. നീ ഇത് മനഃപൂർവ്വല്ലേ മോഹിപ്പിക്കാനായിട്ട്? പിന്നെ 3 2 വാക്കുണ്ട്. ഒന്നാമത്തെ വാക്ക് രണ്ട് വാക്ക്. അതിൽ ഒന്നാമത്തെ വാക്ക്. രണ്ടാമത്തെ വാക്കാ വാച്ച്. സമയം. സൂപ്പർ സമയം. അങ്ങനെ സിനിമയിലല്ല, സദാനന്ദന്റെ സമയം. രണ്ടാമത്തെ ഒന്നാമത്തേത് കഴിഞ്ഞു. അപ്പൊ പറഞ്ഞിട്ടില്ല ഗായ്സ്. നീ മനഃപൂർവ്വം എന്നെ കൊണ്ട് മുളക് തീറ്റിക്കാനായിട്ട് പറയാം. സിനിമയുടെ പേര് നല്ല സമയമെന്നായിരുന്നു. നല്ല സമയം. നല്ല അതായത് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ മലയാളം വാക്ക് പറയാനോ, അടിപൊളി എന്ന് പറഞ്ഞപ്പോ എന്തായാലും നല്ലത് വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പറഞ്ഞപ്പോ പറയാതെ വെച്ചിട്ടില്ലല്ലോ, മാറ്റി. അപ്പം ഐശ്വര്യമായിട്ട് ഒരു പണിഷ്മെന്റ് കൊടുക്കും. വലുത് ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കുക. വലുത് ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കുകയാണ്. ലാസ്റ്റ് തോക്കുന്നതാണ്. കൊടുത്തോ കഴിച്ചോട്ടെ. ഐശ്വര്യായിട്ട് കഴിച്ചോ. ആസ്വദിച്ചൊക്കെ തിന്നെയാണ്. നിന്റെ എരിവ് മാറിയാ? ഓ കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോ മാറും. അപ്പം ഇല്ല എരിയുന്നുണ്ട്, ചുണ്ടൊക്കെ നല്ല എരിയുന്ന, ഇവിടെയൊക്കെ നല്ല എരിയുന്നില്ലേ. കുറച്ചുകൂടെ സൂപ്പർ ആയിരിക്കും. ഇല്ല പറ്റും 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 തിന്നോ. നല്ല എരിയുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഇല്ലാത്ത നല്ല മധുരമുള്ളതാ. തിന്നോ തിന്നെ ഫുള്ള്. അയ്യോ എല്ലാം തിന്നണം, എന്നെ കൊണ്ട് ഫുള്ള് തീറ്റിപ്പിച്ചത്. പാപ്പാനൊന്നുമില്ല, തിന്നോ. കൊള്ളാം, നല്ല എരിയുണ്ട്. ആദ്യത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. അവന്റെ വായിൽ വെച്ചു ആ ഫുള്ളങ്ങ് തിന്ന്, കാടിച്ചടിച്ച് തിന്ന്. എന്റെ ഇനി എനിക്ക് വലുത് തരോ? ലാസ്റ്റ് തോക്കുന്ന ആൾ എന്തായാലും വലുത് തിന്നല്ലേ പറ്റുള്ളൂ. എനിക്ക് എന്തായാലും 2 പോയിട്ട് പാവല്ലോ. അപ്പൊ ഈക്വലാവൂലേ? പോയിട്ട് വാ. ഓക്കെ റെഫറി പോയിട്ട് വാ. കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ കഴിഞ്ഞിട്ട്. മതിയാ? ഇല്ല ഫുള്ള് തിന്നേ പറ്റൂ. അത്യാവശ്യം നല്ല എരിയുണ്ട്.
ഓക്കെ. എരിയുണ്ടോ? ഇതൊക്കെ ചുമന്നല്ലേ? വെള്ളം കുടിക്കാൻ തോന്നുന്നു. ഇല്ല, ലാസ്റ്റ് പിടിച്ചിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ആ സമയം എടുക്കും. ക്യാമറ ബാക്ക് ചെയ്ത് ശരിക്കണല്ലേ? ഓക്കെ, ഗെയിമിലോട്ട് പോവാം. പറ്റൂല. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുണ്ട്. 2 പോയിന്റ് വെച്ചായിട്ടുണ്ട്. തുടങ്ങാം. സ്റ്റോൺ പേപ്പർ അല്ലേ? സ്റ്റോൺ പേപ്പർ റിലേ പോയി. കളിക്കാം. ടൈം വേണോ? ഇനി 3 മുളക് കൂടെ കഴിച്ച് അതിൽ ഒരെണ്ണം കൂടെ ആകുമ്പോഴത്തേക്ക് ഞാൻ തീരെ മിക്കാറ് മിക്കവാറും പാതി വെച്ച് നിർത്തേണ്ടി വരും. സ്റ്റോൺ പേപ്പർ കട്ടിംഗ് സിസർ. എന്തായാലും വിളിക്കണ്ട, പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരാൾ എന്തായാലും കഴിക്കേണ്ടി വരും. ഇല്ല ഇല്ല ഇല്ല. എടുത്തരൂ, സിനിമ തരൂ. ആർക്കാണ് കൊടുക്കാളാം സിനിമ? എനിക്ക് ടൈമർ ഓൺ ആക്കിയാ? ഇല്ല ഇല്ല. നോക്കിയാ? ഞാൻ നോക്കിയില്ല. അങ്ങോട്ട് നോക്കിയത്. ടൈമർ ഓൺ ആക്കിയോ? ചീറ്റിംഗ് ഇല്ലേ? പറയണ അതിനെ തീറ്റിപ്പിക്കാൻ വേണ്ടി. പൂച്ച. പൂച്ച. പൂച്ചയ്ക്കൊരു മൂക്കുത്തി. പൂച്ചയ്ക്കൊരു മൂക്കുത്തി. ഇത് ഇവള് ഒരു എന്താണ് ഇത് എല്ലാം എളുപ്പമുള്ള സിനിമകൾ. ഇത് ഞാൻ വെറുതെ കഷ്ടപ്പെടാനായിട്ട്. പറ്റൂല. ഇതാ ചെറുത്, ഞാൻ ചെറുതെടുത്തോളാം. ഇത് ഈ അറ്റം മതി. കഴിച്ചോ? അത് കള്ളത്തരാം അത് ഫുള്ള് തിന്നാൻ പറ്റൂ. അല്ലല്ല, കൈയിരിക്കണ കൈരിയും അടുത്തോടെ മണ്ട കയറി പോയി. കഴിച്ചോ? അത് ചീറ്റിങ് എടുത്ത് ഇതാ ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതല്ലേ ചെറുത്? ടൈം എടുത്ത് കഴിച്ചേട്ടാ, ആസ്വദിച്ച പയ്യെ കഴിക്കോളെ, കുറച്ച് ടൈം വേണം. റിലാക്സ്. നമ്മളെന്ത് കണ്ട കഴിച്ചേ? പറയല്ലേ. കളഞ്ഞ് എവിടെയോ കളഞ്ഞ്. ഭയങ്കര കള്ളക്കളി. പറ്റൂല, ഫുള്ള് തിന്നെ. റെഫറി ഇങ്ങനെയാണെങ്കിൽ തൂക്കി തരും, അറിയല്ലേ? മറ്റേ നോക്കട്ടെ, കയ്യിലിരുന്ന്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ എനിക്ക് ആശുപത്രി കൊണ്ടിരിക്കാം. മതി സത്യായിട്ടും. അതും കൂടെ തിന്നേ പറ്റൂ. സത്യം തലകറങ്ങുന്നു. ഇത് കഴിക്കണ്ട. അത് കഴിച്ച് കിട്ടിയാ വേണമെങ്കിൽ. കിട്ടുന്നില്ല. മാർക്ക് എനിക്ക് തന്നാ മതി. എങ്കിൽ ആ വലുത് ഞാൻ കഴിക്കേണ്ടി വരില്ല, അത് ശരിയാവില്ല. പോടാ. ഓ സ്പിരിറ്റോക്ക് നീ കഴിച്ചാ? അവിടെ ആ വാ തുറന്ന് കാണിച്ചാണ്. ഫിനിഷ് ചെയ്തു. ഓഹോ. ഓക്കെ, കളിക്കാം. സമയം എടുത്തോട്ട് പാവം. കുഴപ്പമില്ല. ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇല്ല ഇത് നേരത്തെ നല്ല ഏരിയാണ്. അത് എനിക്കൊന്ന് മുത്തിയ മുളവായിരിക്കും.
അപ്പൊ പോയിന്റ് എത്ര? ചെവിന്നൊക്കെ ഊത്തേക്കുന്നു സത്യമായിട്ടും കളിയല്ല ഊത്തേക്കുന്നു. എനിക്ക് 2, നിനക്ക് 3. അപ്പൊ ആരാണ് ജയിച്ചിരിക്കുന്നപ്പം? ഇപ്പൊ ലീഡ് ചെയ്തിരിക്കുന്ന നീ. സ്റ്റോൺ പേപ്പർ കട്ടിംഗ് സിസർ. മലപ്പുറം നീ അഭിനയിക്കൂല. ഇല്ലല്ല സത്യം എനിക്ക് നമ്മൾ ഈ വീഡിയോ വിജയിക്കണം അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് റിസ്ക് എടുക്കാനും ഐ ആം റെഡി. ഇത് എളുപ്പമൊന്നുമല്ല, ഇച്ചിരി പാടായത്. എളുപ്പമുള്ളതാ? നല്ല പാടാണ്, ഇച്ചിരി നീ വിയർക്കും ഇത് പറയണമെങ്കിൽ. ടൈമർ സ്റ്റാർട്ട് ചെയ്യ്. ഓക്കെ ചിരി ചിരി നുണക്കുഴി. ഞാനില്ല സത്യമായിട്ട് ഞാനില്ല. എന്ത് സന്തോഷം റെഫറിക്ക് മുളക് കൊടുക്കണേന്. ആത്മാർത്ഥ നോക്കിയാണ് റെഫറിയുടെ. കൊടുക്കൂ ചെറുത് നോക്കി ഇത് ഭയങ്കര ഏരിയ, അത് ഭയങ്കര ഏരിയ. പാവല്ലേ ഇത്രയും കഴിച്ചില്ല, നമുക്ക് ചെറുത് കൈ നീറും, നിനക്ക് നീറും. നീ കൈ കണ്ണു തൊടല്ലേ. ഓ ഹിന്ദി കൊടുപ്പിച്ചേ. ടൈമർ ഓഫ് ചെയ്ത് അവളെന്തായാലും ചെറിയൊരു കൺസിഡറേഷൻ തന്നു. അതെ, സ്നേഹമുണ്ട് എന്തായിരുന്നാലും. ഞാൻ കൊടുക്കൂല കേട്ടോ, ഞാൻ വലുതേ കൊടുക്കാൻ നോക്കുള്ളൂ. നിനക്ക് 4 പോലെ ഇതാകുമ്പോഴത്തേക്കും. ഓ ഞാൻ ലീഡിങ്ങാ. ഒന്നുകൂടെ ആയിക്കഴിഞ്ഞാ ആ വലുത് ഞാൻ കഴിക്കേണ്ടി വരും. തട്ടി ഇരുന്ന് അങ്ങോട്ട് അടിക്കണ്ട, തിന്നോ വായിലിട്ടോ. സോറി. ഓ കള്ളക്കളി കളിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഷോ അടക്കാൻ നോക്കിയാ. നീ എന്നെ മുറുക്കാൻ കഴിക്കണം. കുഴപ്പമൊന്നുമില്ലേ? ഈ മുളക് കഴിക്കുന്ന വേളയിൽ എന്താണ് പറയാനുള്ള? ഒന്നും പറയാനില്ല, ഈ സമയത്ത് ഒന്നും പറയാൻ പറ്റിയ സമയമല്ല. വെള്ളം വേണോ? കുഴപ്പമില്ലേ, ഞാൻ പിടിച്ചിരിക്കും. ആത്മാർത്ഥതയാണ് എന്റെ മെയിൻ. കളി ചെയ്തൊന്ന് ഇറങ്ങി പോട്ട്. എന്റെ അടുത്ത കളി. ഓക്കെ അല്ല, കുറച്ച് കഴിയട്ടെ. അങ്ങനെയല്ലോ, കുഴപ്പമൊന്നും ഇല്ലാന്നല്ലേ ഇപ്പൊ പറഞ്ഞ. എല്ലാ കളിയിലും നീ ജയിച്ചോണ്ടിരിക്കണത്, അപ്പൊ നിനക്ക് കുഴപ്പമില്ല. എനിക്ക് നിന്റെ അരി മാറിയാ. ഓ എനിക്ക് ഇത്രയും നേരം കൊണ്ട് കഴിഞ്ഞു. ഓക്കെ കളിയാണ്. ഓക്കെ വെച്ചോ. സ്റ്റോൺ പേപ്പർ കട്ടിംഗ് സിസർ. കൊടുക്കൂ ഐശ്വര്യമായിട്ട് അടിച്ചു. പറയണം. അയ്യോ ഇത് എളുപ്പോടെ ഞാൻ തിന്നേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കണ്ട എന്തോ ഊട്ടക്കണക്കൂടെ ഞാൻ കണ്ണടച്ചു. ഞാൻ സത്യസന്ധ. സ്റ്റാർട്ട് ചെയ്യാം. എളുപ്പമാണ്. 1 ഒരു വാക്കേ ഉള്ളു. 3 വാക്കുണ്ടായി. പിന്നെ 1 വാക്കേ ഉള്ളു. 3 പേരുണ്ടോ? റെഫറി അല്ല ഞാൻ. പെട്ടെന്ന് അങ്ങനെ ടൈമർ എന്റെ ടൈമാണോ പോകുന്നത്? ഞാൻ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വയ്യ. കാടില് പഴം അറിയാം. ഇല്ല വാള വെട്ടോത്തി. 1 വാക്കേ ഉള്ളു. നീ സംസാരിക്കാൻ പാടില്ല. പെട്ടെന്ന് 1 മിനിറ്റ്. പഴം ഉരിഞ്ഞ്. പഴം പഴം ഏതാ?
പെട്ടെന്ന് പറ. ഒരു വാക്കേ ഉള്ളു. ആ വാ വാ വാഴ. അങ്ങനെ എനിക്ക് ആരും എളുപ്പം വേണ്ട. ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് കേസ്. ഇങ്ങനെ പറഞ്ഞാ പിന്നെ അത് പിന്നെ ആർക്കും മനസ്സിലാവല്ല. മനസ്സിലായില്ല. വലിയ മുളക് എനിക്ക് എത്ര പോയിന്റ് ആയിരുന്നു? 2 പോയിന്റ്. നിനക്ക് 4 പോയിന്റ് ആയി അല്ലേ? ക്യാമറയിലേക്ക് നോക്കി കഴിക്കും. ബാക്കി വെക്കാൻ പാടില്ല. ഞാൻ മുഴുവൻ കഴിച്ചേ. അതിലില്ല. ഇത് എന്തിരിക്കണോ? അവിടെ ഒരു ഇതില് പൊക്കളോ? അപ്പൊ കഴിച്ച് ഒരു ഫീലും ഇല്ല നിനക്ക്? ചെറുതായിട്ട് എരിയുന്നുണ്ട്. കടക്കട ഞൊട്ടിയല്ല, ഞൊട്ടി. അപ്പൊ ഇതില് ഞാൻ പെട്ടെന്ന് തീർത്തേ. റെഫറിയുടെ കൂടെ നീ അലമ്പ് പരിപാടി നീ നോക്കി വെച്ചേക്കും. കള്ള കളിയൊന്നും ശരിയില്ല. തൊണ്ടയിലിരിക്കുന്നു. അപ്പം എനിക്ക് 4, നിനക്ക് 3 അല്ലേ? സ്റ്റോൺ പേപ്പർ കട്ടിംഗ് സിസർ. തന്നോ? കൊടുത്തോ? അങ്ങോട്ട് നീ കാണും. ഇല്ല കാണൂല. അങ്ങോട്ട് നീ വേണ്ട നീ വേണ്ട. ഇച്ചിരി പാടാണ്. അറിയാമോ നിനക്ക് ഈ സിനിമ അറിയാമോ? ഇല്ലല്ല. പിന്നെന്ത് ഇങ്ങനെയൊക്കെ ചിരിക്കുന്നത്? ഓക്കെ, ഞാനല്ലേ കാണിക്കാളൂ. പക്ഷി, കാക്ക, പക്ഷി, കിളി, കിളിമുട്ട, കിളി. എത്ര വാക്കുണ്ടെന്ന് പറ? 3 വാക്ക്. പഴയ സിനിമയാ? മനഃപൂർവ്വമാണോ ഇത് കള്ളക്കളി? കിളി. എത്രാമത്തെ വാക്ക്? ആദ്യത്തെ കിളി. കിളി ഉണ്ട. ടൈം പോണ. കിളി. കിളി മുട്ട വീണ്. കിളി പറന്ന്. കിളി മനഃപൂർവ്വമാണ്. കിളി. രണ്ടാമത്തെ കള്ളക്കളഞ്ഞാ. കിളിച്ചുണ്ട്. കൊത്തി. കിളി കൊത്തി. കിളിച്ചുണ്ട മാമ്പഴം അല്ലേ? മാമ്പഴം പറയാൻ എളുപ്പമായിരുന്നേ. മാമ്പഴം എങ്ങനെ പറയായിരുന്നു? ചുണ്ടിൽ എന്ത് കാണിക്കാത്ത പറ? മാമ്പഴം പറഞ്ഞാലും അല്ലല്ല, ചുണ്ടിൽ പറഞ്ഞാൽ എളുപ്പമാണ്. ഇതിന്ന് കഴിഞ്ഞല്ല, 5ാമത്തെ പോയിന്റ് അല്ലേ അവക്ക്? ഗെയിം കളി ജയിച്ചാ? അപ്പൊ ആര് തോറ്റതില്? എനിക്ക് 5 പോയിന്റ് ആയില്ലേ? ഞാനില്ല തോറ്റു. അപ്പം വലുതെടുത്ത് കൊടുക്കാം നമുക്ക്. വലുത് എവിടെ പോയി? വലുത് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. വലുത് ഇപ്പൊ എവിടെ പോയി? മിസ്സിംഗ് ആണ്. അല്ല, നീ എവിടെ ഒളിപ്പിച്ചു? എവിടെ? റെഫറി പറ. റെഫറിയാണ് ഇതിനെല്ലാം ഉത്തരവാദി. അതല്ല, വലുതുണ്ട്. എവിടെ കൊണ്ട് കളഞ്ഞു? സത്യം പറ. അതിന്റെ മുഖത്തൊക്കെ എടുത്തില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. നമുക്കൊന്നും കൂടെ വേറൊരു മുളകും കൂടെ ഒന്ന്. അതെങ്ങനാ? ഇതെങ്ങനെ മൂടും എങ്ങനെ ചേർത്തിരിക്കുന്നത്?
അപ്പൊ നമുക്ക് ഇത് എടുക്കാം. ഇത് അതിന്റെ എന്നു തോന്നുന്നു. അത് ഇതാരാ ഒടിച്ചപ്പം ആവേശത്തിൽ പറഞ്ഞാണ് ആ തോക്കുന്ന ആളിന് റെഫറിക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ കഴിച്ചാലാ പകുതി പകുതി കഴിക്കാം. ഒരു കുഴപ്പമില്ല. എനിക്ക് ഒരു എരിവും തോന്നിയില്ലല്ലേ? റെഫറി സത്യം പറഞ്ഞു. സത്യമായിട്ടും ശരി. ഐശ്വര്യമായിട്ട് പാവല്ലേ, നമുക്ക് പാതി കൊടുക്കാം. പാതി കഴിച്ചാലും ഒറ്റ വാക്ക്, എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. റെഫറി ഇവിടെ വന്നിരി. റെഫറി ബാക്കി കഴിക്കണം. റെഫറിക്കാണ് ഈ 3 റെഫറി വയ്യ മുങ്ങിയതാണ് കേട്ടാ. ഈ 3 കഴിക്കാൻ. വലിയ മുളക്, ഫുൾ മുളക് കഴിക്കാൻ പോവുകയാണ്. ഇത് സോ സിമ്പിൾ. ഇത് ഞാൻ ഒറ്റ വായിൽ ഫുള്ള് കഴിക്കാൻ പോവുകയാണ്. വേറെ പറച്ചിലും സംസാരങ്ങളൊന്നുമില്ല, ഫുള്ള് കഴിക്കാൻ പോവുകയാണ്. ചവയ്ക്കുന്നില്ല, അഭിനയം മാത്രമേ ഉള്ളൂ. എന്ത് നോക്കണം, മുഖം നോക്കട്ടെ. കാണാൻ പറ്റും. തീർത്താ എന്തോ കള്ളത്തരം കാണിച്ച്. കുഴപ്പമില്ല. മൈക്കൊക്കെ ഊരിക്കൊണ്ടുപോയി റെഫറി. കുഴപ്പമില്ല, കളി കഴിയൊക്കെ. എനിക്ക് കുറച്ച് പഞ്ചസാരയും വെള്ളം കൂടെ കിടത്തുക. കയ്യകള് കണക്കെടു. ഗെയിം കഴിഞ്ഞു. പോരാ പോരാ പോരാ. വലിയ മുളകല്ലേ. വേറെ എന്തെങ്കിലും തിന്നാണ്ട് ഇരുന്നുണ്ടോ? കുറച്ച് കഴിയുമ്പോ മാറും. ഇത് വല്ല ആവേശം വരുന്നില്ലേ? പോടാ. അപ്പൊ ഗൈസ് ദാറ്റ്സ് ഓൾ. ഒരുപാടൊന്നും പറയാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് വരുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ ബൈ.